ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് KGF അഥവാ കോളാർ ഗോൾഡ് ഫീൽഡ്സിനെ കുറിച്ചാണ്. ഈ പേര് കേൾക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് യഷ് അഭിനയിച്ച ആ സിനിമയായിരിക്കും. റോക്കി ബായ് എന്ന കഥാപാത്രവും വലിയ തോക്കുകളും കാറുകളും ഒക്കെയാണ് നമ്മൾ സിനിമയിൽ കണ്ടത്. ആ സിനിമ KGFന്റെ പേര് ലോകം മുഴുവൻ എത്തിച്ചു എന്നത് സത്യമാണ്. എന്നാൽ സിനിമയിലെ കഥയേക്കാൾ എത്രയോ മടങ്ങ് ആഴവും വേദനയും അത്ഭുതവും നിറഞ്ഞതാണ് KGFന്റെ യഥാർത്ഥ ചരിത്രം. മണ്ണിൽ നിന്ന് സ്വർണം കുഴിച്ചെടുക്കാൻ മനുഷ്യൻ നടത്തിയ പോരാട്ടത്തിന്റെ കഥയാണിത്. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ വിയർപ്പിന്റെയും കണ്ണീരിന്റെയും കഥയാണിത്. നമുക്ക് ആ ചരിത്രത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. KGF സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കോളാർ ജില്ലയിലാണ്. ഈ മണ്ണിൽ സ്വർണമുണ്ട് എന്നത് ഇന്നലകളിലെ കണ്ടെത്തലല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യർക്ക് ഇതറിയാമായിരുന്നു. ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ BC 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ സ്വർണ്ണ ഖനനം നടന്നിരുന്നു എന്ന് കാണാം. ചോള രാജാക്കന്മാരുടെ കാലത്തും വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്തും ഇവിടെ നിന്ന് സ്വർണം എടുത്തിരുന്നു. അന്ന് വലിയ യന്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ മണ്ണിന്റെ മുകൾ പരപ്പിൽ നിന്ന് കിട്ടുന്ന സ്വർണം മാത്രമേ അവർക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിലും ഇവിടെ സ്വർണമുണ്ടെന്ന് അറിവുണ്ടായിരുന്നു. എന്നാൽ കാര്യമായ രീതിയിൽ അത് പുറത്തെടുക്കാൻ അന്നത്തെ സാങ്കേതിക വിദ്യ കൊണ്ട് സാധിച്ചില്ല. യഥാർത്ഥത്തിൽ KGFന്റെ തലവര മാറുന്നത് ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ്. 1799 ടിപ്പു സുൽത്താൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനു ശേഷം ഈ പ്രദേശം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. ഒരിക്കൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ലഫ്റ്റനന്റ് ജോൺ വാറൻ എന്ന ഉദ്യോഗസ്ഥൻ ഈ പ്രദേശത്ത് സർവേ നടത്താനെത്തി. അവിടുത്തെ ഗ്രാമീണർ മണ്ണിൽ നിന്ന് സ്വർണ്ണത്തരികൾ വേർതിരിക്കുന്നത് അദ്ദേഹം കണ്ടു. അത്ഭുതപ്പെട്ട അദ്ദേഹം ഗ്രാമത്തലവനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. കാലങ്ങളായി തങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെന്നും മഴക്കാലത്ത് മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന മണ്ണിൽ സ്വർണമുണ്ടെന്നും അവർ പറഞ്ഞു. ജോൺ വാറൻ ഉടൻ തന്നെ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകി. ഇവിടെ വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ അന്നാരും അത് കാര്യമായി എടുത്തില്ല. കാരണം അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് സ്വർണം കിട്ടുമെന്ന് വിശ്വസിക്കാൻ ബ്രിട്ടീഷുകാർക്ക് പ്രയാസമായിരുന്നു. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. 1871 മൈക്കിൾ ഫിറ്റ്സ്ജെറാൾഡ് ലാവൽ എന്ന ഐറിഷ് പട്ടാളക്കാരൻ വിരമിച്ച ശേഷം ബാംഗ്ലൂരിൽ താമസിക്കുകയായിരുന്നു. വായനയിൽ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം പഴയ ഒരു റിപ്പോർട്ട് വായിക്കാനിടയായി. 1804 ജോൺ വാരൻ എഴുതിയ റിപ്പോർട്ടായിരുന്നു അത്. കോലാറിലെ സ്വർണത്തെക്കുറിച്ചുള്ള വരികൾ അദ്ദേഹത്തിന്റെ കണ്ണു തുറപ്പിച്ചു. ആ നിമിഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. എന്ത് സംഭവിച്ചാലും ആ സ്വർണം കണ്ടെത്തണം. ലാവൽ തന്റെ സമ്പാദ്യം മുഴുവൻ ഇതിനായി മാറ്റിവെച്ചു. അദ്ദേഹം കാളവണ്ടിയിൽ 60 മൈലോളം യാത്ര ചെയ്ത് കോളാറിലെത്തി. പലയിടത്തും കുഴിച്ചു നോക്കി. ഒടുവിൽ സ്വർണത്തിന്റെ സാന്നിധ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നാൽ ഖനനം നടത്താൻ വലിയ പണം ആവശ്യമായിരുന്നു. അദ്ദേഹം മൈസൂർ മഹാരാജാവിന്റെ സർക്കാരിൽ നിന്ന് ഖനനത്തിനുള്ള അനുമതി വാങ്ങി. 1875 അദ്ദേഹം പണി തുടങ്ങി. പക്ഷേ പണം തികയാതെ വന്നു. ഒടുവിൽ തന്റെ സുഹൃത്തുക്കളെയും മറ്റ് ചില ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും ചേർത്ത് അദ്ദേഹം ഒരു ചെറിയ കമ്പനി ഉണ്ടാക്കി. അപ്പോഴും പ്രതീക്ഷിച്ച ഫലം കിട്ടിയില്ല. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് നടക്കുന്നത്. 1880 ജോൺ ടൈലർ ആൻഡ് സൺസ് എന്ന വലിയൊരു ബ്രിട്ടീഷ് ഖനന കമ്പനി KGF ഏറ്റെടുത്തു. അവർക്ക് ഈ രംഗത്ത് നല്ല അനുഭവപരിചയമുണ്ടായിരുന്നു. അവർ ആധുനിക യന്ത്രങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നു. അതോടെ KGFന്റെ മുഖം മാറി. ഭൂമിയുടെ അടിയിലേക്ക് കിലോമീറ്ററുകളോളം ആഴത്തിൽ അവർ ടണലുകൾ നിർമ്മിച്ചു. അതിൽ ഏറ്റവും പ്രശസ്തമായത് ചാമ്പ്യൻ റീഫ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ സ്വർണ്ണഖനികളിൽ ഒന്നായി ഇത് മാറി. ഏകദേശം 3.2 കിലോമീറ്റർ ആഴമുണ്ടായിരുന്നു ഇതിന്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഭൂമിയുടെ അടിയിലേക്ക് 3 കിലോമീറ്റർ താഴേക്ക് പോകുക എന്നത് എത്ര ഭയാനകമാണ്. സ്വർണം കിട്ടിത്തുടങ്ങിയതോടെ KGF ഒരു അത്ഭുത നഗരമായി മാറി. ബ്രിട്ടീഷുകാർ ഇതിനെ ലിറ്റിൽ ഇംഗ്ലണ്ട് എന്ന് വിളിച്ചു. കാരണം അവിടുത്തെ കാലാവസ്ഥയും സൗകര്യങ്ങളും അങ്ങനെയായിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ മനോഹരമായ ബംഗ്ലാവുകൾ പണിതു. അവർക്ക് കളിക്കാൻ ഗോൾഫ് കോഴ്സുകൾ, ടെന്നീസ് കോർട്ടുകൾ, ക്ലബ്ബുകൾ, നൃത്തശാലകൾ എന്നിവ നിർമ്മിച്ചു. ബാംഗ്ലൂർ നഗരം പോലും വളരുന്നതിന് മുൻപേ KGF വികസിച്ചു. 1902 ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശിവനസമുദ്രത്തിൽ വന്നത് KGFന് വേണ്ടിയായിരുന്നു. ബാംഗ്ലൂരിലും ഡൽഹിയിലും വൈദ്യുതി വരുന്നതിന് മുൻപേ KGFൽ വൈദ്യുതി എത്തി. 140 കിലോമീറ്റർ ദൂരെ നിന്ന് വൈദ്യുതി ലൈനുകൾ വലിച്ചു. 24 മണിക്കൂറും ഖനിയിൽ വെളിച്ചം ലഭിക്കാൻ ഇത് സഹായിച്ചു. ഇതൊരു ചരിത്ര സംഭവമായിരുന്നു. അവിടെ വലിയ ആശുപത്രികളും സ്കൂളുകളും വന്നു. ബ്രിട്ടീഷുകാർ സുഖലോലുപരായി ജീവിച്ചു. വൈകുന്നേരങ്ങളിൽ ക്ലബ്ബുകളിൽ പാർട്ടികൾ നടന്നു. തണുത്ത കാലാവസ്ഥയായതുകൊണ്ട് അവർക്കത് സ്വന്തം നാടുപോലെ തോന്നി. എന്നാൽ ഇതിനൊരു മറുവശം കൂടി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് സുഖം ലഭിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത് പാവപ്പെട്ട തൊഴിലാളികളായിരുന്നു. അടുത്തുള്ള തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളെ ജോലിക്ക് കൊണ്ടുവന്നു. തമിഴ് സംസാരിക്കുന്നവരായിരുന്നു കൂടുതൽ. അവർക്ക് താമസിക്കാൻ ചെറിയ കൂരകൾ മാത്രമാണ് നൽകിയത്. ഇതിനെ കൂലി ലൈനുകൾ എന്ന് വിളിച്ചു. ഒരു ചെറിയ മുറിയിൽ വലിയ കുടുംബങ്ങൾ തിങ്ങിപ്പാർത്തു. എലികളും പാറ്റകളും നിറഞ്ഞതായിരുന്നു ആ വീടുകൾ. അവരുടെ ജോലി അതീവ അപകടകരമായിരുന്നു. എല്ലാ ദിവസവും അവർ മരണത്തെ മുഖാമുഖം കണ്ടു. ഭൂമിയുടെ അടിയിലേക്ക് ലിഫ്റ്റിൽ ഇതിനെ കേജ് എന്ന് വിളിക്കും. ഇതിലിറങ്ങുമ്പോൾ പലരും പ്രാർത്ഥിക്കുമായിരുന്നു. അടിയിൽ കടുത്ത ചൂടാണ്. ചിലപ്പോൾ 50 ഡിഗ്രി മുകളിൽ ചൂട് വരും. വായുസഞ്ചാരം കുറവ്. പാറ പൊട്ടിത്തെറിക്കുന്ന റോക്ക് ബസ്റ്റ് എന്ന അപകടം എപ്പോഴും സംഭവിക്കാം. 100 കണക്കിന് തൊഴിലാളികൾ ഇങ്ങനെ അപകടങ്ങളിൽ മരിച്ചിട്ടുണ്ട്. സിലിക്കോസിസ് എന്ന ശ്വാസകോശ രോഗം വന്ന് പലരും നരകിച്ചു. ബ്രിട്ടീഷുകാർ സമ്പന്നരായപ്പോൾ തൊഴിലാളികൾ രോഗികളായി മാറി. സിനിമയിൽ കാണുന്നതിനേക്കാൾ കഷ്ടപ്പാടായിരുന്നു യഥാർത്ഥ ജീവിതത്തിൽ.
1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. എങ്കിലും കുറച്ചു കാലം കൂടി ജോൺ ടൈലർ കമ്പനി തന്നെയായിരുന്നു ഖനി നടത്തിയത്. 1956 കർണാടക സർക്കാർ ഖനികൾ ദേശസാൽക്കരിച്ചു. അതായത് സർക്കാർ ഏറ്റെടുത്തു. പിന്നീട് 1972 ഭാരത് ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് BGML എന്ന പൊതുമേഖലാ സ്ഥാപനം രൂപീകരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലായിരുന്നു പ്രവർത്തനം. സർക്കാർ ഏറ്റെടുത്തതിനു ശേഷവും കുറെ കാലം കാര്യങ്ങൾ നന്നായി നടന്നു. തൊഴിലാളികൾക്ക് കുറച്ചുകൂടി നല്ല സൗകര്യങ്ങൾ കിട്ടി. KGF ഒരു തിരക്കുള്ള നഗരമായി തുടർന്നു. അവിടെ സിനിമാ തിയേറ്ററുകളും മാർക്കറ്റുകളും സജീവമായി. പല നാടുകളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ജീവിച്ചു. ആംഗ്ലോ ഇന്ത്യൻ സമൂഹവും അവിടെ ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ കാലം മാറിയതോടെ ഖനിയുടെ ലാഭം കുറയാൻ തുടങ്ങി. ഇതിന് പ്രധാനമായും 3 കാരണങ്ങൾ ഉണ്ടായിരുന്നു. 100 വർഷത്തിലേറെ തുടർച്ചയായി എടുത്തതോടെ മുകളിലുള്ള സ്വർണം തീർന്നു. ഇനി സ്വർണം കിട്ടണമെങ്കിൽ വളരെ ആഴത്തിൽ പോകണം. കൂടുതൽ ആഴത്തിലേക്ക് പോകുന്തോറും ചിലവ് കൂടും. തൊഴിലാളികളെ താഴെ എത്തിക്കാൻ, വായു എത്തിക്കാൻ, വെള്ളം പമ്പ് ചെയ്യാൻ ഒക്കെ വലിയ തുക വേണ്ടി വന്നു. ആ സമയത്ത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് വില കുറവായിരുന്നു. എന്നാൽ ഖനനം ചെയ്യാനുള്ള ചിലവ് അതിനേക്കാൾ കൂടുതലായിരുന്നു. ഉദാഹരണത്തിന് 10 രൂപയുടെ സ്വർണം കിട്ടാൻ 12 രൂപ ചിലവാക്കേണ്ട അവസ്ഥ. ഇതുകൊണ്ട് BGML വലിയ നഷ്ടത്തിലായി. യന്ത്രങ്ങൾ പലതും പഴയതായി. പുതിയ സാങ്കേതികവിദ്യ കൊണ്ടുവരാൻ സർക്കാരിന് താല്പര്യമില്ലാതായി. അങ്ങനെ ആ ദുരന്ത ദിനം വന്നെത്തി. 2001 ഫെബ്രുവരി 28 കനത്ത നഷ്ടം കാരണം KGF അടച്ചുപൂട്ടാൻ സർക്കാർ തീരുമാനിച്ചു. അത് ആ നഗരത്തിന്റെ മരണമായിരുന്നു. അന്ന് അവിടെ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഒറ്റ രാത്രി കൊണ്ട് ജോലി പോയി. തലമുറകളായി ഖനിയിൽ മാത്രം ജോലി ചെയ്ത് ശീലിച്ച അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. വൈദ്യുതി നിലച്ചു, വെള്ളം നിലച്ചു, പലരും നാട് വിട്ടുപോയി. ബാക്കിയുള്ളവർ പട്ടിണിയിലായി. ഒരിക്കൽ രാജാവിനെ പോലെ തിളങ്ങി നിന്ന KGF ഒരു പ്രേത നഗരമായി മാറി. വലിയ കെട്ടിടങ്ങൾ കാടുപിടിച്ചു. യന്ത്രങ്ങൾ തുരുമ്പെടുത്തു. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ആ നഗരം ഉറങ്ങി. ഇന്ന് നിങ്ങൾ KGFൽ പോയാൽ കാണുന്നത് പഴയ പ്രതാപത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. വലിയ മതിലുകൾക്കുള്ളിൽ തകർന്നു കിടക്കുന്ന ഫാക്ടറികൾ കാണാം. പിന്നെ എങ്ങും കാണുന്ന വലിയ മൺകൂനകൾ. ഖനിയിൽ നിന്ന് സ്വർണം എടുത്ത ശേഷം ബാക്കി വന്ന മണ്ണാണിത്. ഇതിനെ സയനൈഡ് ഹിൽസ് എന്ന് വിളിക്കുന്നു. സ്വർണം വേർതിരിക്കാൻ സയനൈഡ് എന്ന രാസവസ്തു ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നത്. കാറ്റടിക്കുമ്പോൾ ഈ പൊടി പറന്ന് ജനങ്ങൾക്ക് ഇന്നും അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. റോബർട്ട്സൺ പേട്ട, ആൻഡേഴ്സൺ പേട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട്. പക്ഷേ പഴയ ആ തിരക്കില്ല. യുവാക്കൾ ജോലിക്കായി ദിവസവും ട്രെയിനിൽ ബാംഗ്ലൂരിലേക്ക് പോകുന്നു. രാവിലെ പോയി രാത്രി തിരിച്ചു വരുന്ന കഷ്ടപ്പാടാണ് അവരുടെ ജീവിതം. യഷിന്റെ KGF സിനിമ ഇറങ്ങിയതോടെയാണ് പുതിയ തലമുറ ഈ സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നത്. സിനിമയിൽ കാണിച്ചത് 1970-80 കാലഘട്ടമാണ്. നരുവാച്ചി എന്ന സ്ഥലവും മറ്റും സാങ്കല്പികമാണ്. സിനിമയിൽ കാണുന്നത് പോലെ ഒരു ഏകാധിപതി അവിടെ ഭരിച്ചിരുന്നില്ല. സർക്കാർ കമ്പനിയാണ് അത് നടത്തിയിരുന്നത്. അടിമകളെ പോലെ പണിയെടുപ്പിച്ചു എന്നത് സിനിമയ്ക്ക് വേണ്ടി ചേർത്തതാണ്. എന്നാൽ തൊഴിലാളികളുടെ ജീവിതം കഠിനമായിരുന്നു എന്നത് സത്യമാണ്. സിനിമ കാരണം ഇപ്പോൾ ധാരാളം വിനോദസഞ്ചാരികൾ അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ KGFനെ കുറിച്ച് പുതിയൊരു വാർത്ത വരുന്നുണ്ട്. ഖനികൾ വീണ്ടും തുറക്കാൻ സർക്കാർ ആലോചിക്കുന്നു. എന്നാൽ പഴയതുപോലെ ആഴത്തിൽ പോയി സ്വർണം എടുക്കാനല്ല പദ്ധതി. നേരത്തെ പറഞ്ഞ സയനൈഡ് മലകളിൽ ഇനിയും സ്വർണത്തിന്റെ അംശമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചപ്പോൾ ബാക്കി വന്ന സ്വർണമാണത്. ഏകദേശം 3 കോടി ടൺ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ മണ്ണിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയും. 2024 ഇതിനുള്ള പ്രാഥമിക അനുമതികൾ ലഭിച്ചു എന്ന് വാർത്തകളുണ്ട്. ഇത് നടന്നാൽ KGF വീണ്ടും ഉണരും. പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ ഇത് ചെയ്യാനാണ് പദ്ധതി. അവിടുത്തെ ജനങ്ങൾക്ക് ഇത് വലിയൊരു പ്രതീക്ഷയാണ്. KGF എന്നത് വെറുമൊരു സ്ഥലമല്ല. അത് ഇന്ത്യയുടെ വ്യവസായ ചരിത്രത്തിലെ ഒരു വലിയ അധ്യായമാണ്. 121 വർഷം കൊണ്ട് 900 ടണ്ണിലധികം സ്വർണമാണ് അവിടെ നിന്ന് എടുത്തത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയതിൽ KGFന് വലിയ പങ്കുണ്ട്. ഇന്ന് ആ പഴയ യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് കിടക്കുമ്പോൾ അവ ഓർമ്മിപ്പിക്കുന്നത് ഒരു സുവർണ കാലത്തെയാണ്. ഒപ്പം മണ്ണിനടിയിലെ ഇരുട്ടിൽ ജീവിതം ഹോമിച്ച ആയിരക്കണക്കിന് തൊഴിലാളികളെയും. സ്വർണത്തിന് തിളക്കമുണ്ട്, പക്ഷേ ആ തിളക്കത്തിന് പിന്നിൽ മനുഷ്യന്റെ വിയർപ്പിന്റെ മണമുണ്ട് എന്ന് KGF നമ്മളെ പഠിപ്പിക്കുന്നു. സിനിമയിലെ കഥയേക്കാൾ ത്രില്ലിംഗാണ് ഈ യഥാർത്ഥ ചരിത്രം.